ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആരാണ് അരുളി ചെയ്തിരിക്കുന്നത്? യേശു കർത്താവ് അരുളി ചെയ്ത വാക്കുകളാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ആരാലെങ്കിലും കൈവിടപ്പെട്ട അവസ്ഥയിലാണ് കേൾക്കുന്നതെങ്കിൽ, ഈ ലോകത്തിലെ ആശ്രയങ്ങളൊക്കെ, സ്നേഹത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആഴമോ ഉയരമോ വീതിയോ നീളമോ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തു നിങ്ങളെയും സ്നേഹിക്കുന്നു. തിരുവചനം പറയുന്നു, ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്. ഇത് 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രായോഗികമായ പ്രബോധനങ്ങളാണ് പറയുന്നത്. സഹോദരി പ്രകൃതി നിലനിൽക്കണം, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്നതുപോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. എന്നിട്ട് പറയും, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. എന്നിട്ടാണ് പറയുന്നത്, ഇതെല്ലാം തൃപ്തിപ്പെട്ടോണം. കാര്യം, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ച് നിരാശയോടായി ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. വഴി തുറക്കുമെന്നേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത്. ദൈവം മുന്നമേ അല്ല വഴി തുറക്കുന്നത്, സമയം താമസിച്ചല്ല. ദൈവം നിങ്ങളെ തക്ക സമയത്ത്, നിങ്ങൾക്ക് വേണ്ട സമയത്ത് അത്ഭുതകരമായി വഴി തുറക്കും. അതുകൊണ്ട് വചനം പറയുന്നത്, ഒന്നിനെക്കുറിച്ചും ദൈവമക്കൾ വിചാരപ്പെടരുത്. ഇനി വിചാരപ്പെട്ടാലോ? നമ്മൾ വിചാരപ്പെട്ടാൽ നമ്മൾക്ക് ഒന്നും നേടാൻ പറ്റുന്നുമില്ല. നമ്മുടെ മുടി മുഴുവൻ ദൈവം എണ്ണിയിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ, നമ്മുടെ വിഷയങ്ങളെയും നമ്മുടെ മക്കളെയും
നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വിഷയങ്ങൾ ദൈവം കാണുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കണ്ട് ഭയന്ന് മാറി നിൽക്കാനല്ല ദൈവമക്കൾ. ഏത് സാഹചര്യമായാലും, ആപത്തിൻ്റെ സാഹചര്യമായാലും, സന്തോഷകരമായ സാഹചര്യമായാലും, ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരായി നിന്നാൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, എന്നിട്ട് പറയാം ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ആരാണ്? കർത്താവ്. വാക്കു മാറാത്ത കർത്താവ് അരുളി ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ സഹായിക്കാമെന്ന് ചിലപ്പം പറഞ്ഞേക്കാം. അവരൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാറി നിന്നേക്കാം, മക്കൾ മാറി നിന്നേക്കാം. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ, ഒത്തിരി നിങ്ങൾ കരുതിയവർ, നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടി നിലനിന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ നിലനിൽക്കണമെന്നില്ല, കൂടെ നിൽക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ എത്രമാത്രം തള്ളിപ്പറഞ്ഞാലും, തള്ളിപ്പറയുമ്പോഴും തള്ളിക്കളയാതെ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കുന്നത് ഉറപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കണം. കർത്താവ് എന്നെ കൈവിടത്തില്ല. എൻ്റെ കുടുംബജീവിതത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എനിക്കുള്ളതിനൊന്നും കൈവിടുന്ന കർത്താവല്ല. ഉപേക്ഷിക്കുമില്ലേ എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ടെന്ന് പറയണം, ആകയാൽ കർത്താവാണ് എനിക്ക് തുണയെന്ന് എപ്പോഴും ധൈര്യത്തോടെ പറയണം. വേറെ ആരിലും ആശ്രയിക്കരുത് കേട്ടോ. മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയം വെക്കരുത്. കർത്താവിൽ ആശ്രയം വെക്ക്. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്നെ ഉണ്ടാവും. ഇവിടെ പറയാണ്, അങ്ങനെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ആകയാൽ കർത്താവ് എനിക്ക് തുണ. നമ്മളെന്താ പറയേണ്ടേ? വിഷയങ്ങളുടെ നടുവെന്ന് പറഞ്ഞു, കർത്താവാണ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ എന്നോട് എന്തു ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയണം. എങ്ങനെയാണ് പറയണ്ടേ? കരഞ്ഞോണ്ടല്ല പറയണ്ടേ. വിഷയത്തിന് മുഖത്ത് നോക്കി പ്രതികൂലത്തിൽ നിന്ന് വിഷമത്തോടല്ല പറയണ്ടേ. ധൈര്യത്തോടെ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യരെന്നോട് എന്തു ചെയ്യും? സങ്കീർത്തനങ്ങൾ വായിക്കുമെന്ന്. സങ്കീർത്തനങ്ങൾ 118 പുസ്തകം അതിൻ്റെ 6 വാക്യത്തിൽ പറയണേ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. സങ്കീർത്തനക്കാരൻ, ഞാൻ പേടിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഞാൻ പേടിക്കാത്തത്? ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പറയാം, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. എന്നെ സഹായിക്കാൻ ഒരു ഗ്രൂപ്പിനെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ചിലരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അത് ദൈവം ആക്കി വെച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പോകണ്ടേ, ദൈവത്തിന് നന്ദി കരയറ്റേണ്ടേ. സഹായിക്കുന്നവരോട് കൂടെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ദൈവം വെച്ചിരിക്കുക നിങ്ങൾക്കും എനിക്കും വേണ്ടി. അവരോട് കൂടെ പറയണം, യഹോവ എൻ്റെ പക്ഷത്ത് ഉണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. സങ്കീർത്തനക്കാരൻ എന്നിട്ട് പറയുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സമ്പന്നരെ ആശ്രയിച്ച് അത് കാര്യം നടക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സകലർക്കും ദാനമായി നൽകുന്ന സർവശക്തനായ ദൈവത്തിൽ യേശുക്രിസ്തു മുഖാന്തരം കർത്താവിലൊന്ന് ആശ്രയിച്ച് വഴി തുറക്കും. അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി നടക്കും. കർത്താവാ പറഞ്ഞേക്കുന്നത്. അരുളി ചെയ്തത് ആരാ? കർത്താവാ. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, എന്നെ ഇന്ന് വിഷയങ്ങളുടെ മുഖത്ത് നിന്ന് കേൾക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ, ഏകാന്തതയിലൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവർ, നാളെ എന്തായിത്തീരുമെന്ന് ഭയത്തോടെ ഭാരത്തോടെ കേൾക്കുന്നവരെ കർത്താവ് ഞങ്ങളോട് പറയുകയാണല്ലോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ബാങ്കുകാർ കൈവിട്ടതാവാം, പ്രിയപ്പെട്ടവർ കൈവിട്ടതാവാം,
പക്ഷെ കർത്താവ് പറയാം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. കർത്താവെ, ഇന്ന് ആ ശബ്ദം കേൾക്കാൻ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇടയാകട്ടെ. വലിയ ഉറപ്പും ധൈര്യവും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് കർത്താവ് എനിക്ക് തുണയെന്ന് ആ നെഞ്ചത്ത് കൈവച്ച് പറയത്തൊക്കെയാണ്. ഞാൻ പേടിക്കത്തില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് പറയാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ എന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പുനഃനാമത്തിൽ തന്നെ. ആമേൻ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു